ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി പ്രസവത്തെ തുടർന്ന് സ്ത്രീ മരിച്ചുവെന്ന് ആരോപണം. അമ്പലപ്പുഴ സ്വദേശി ഷിബിനയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് മെഡിക്കൽ കോളേജിൽ സംഘർഷമുണ്ടായി. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഷിബിനയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇന്നലെ വരെ അവർ രാത്രി ഈ കിടക്കുന്ന കുഞ്ഞിന് കഞ്ഞി ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ച് കഞ്ഞി കൊടുത്തു. എവിടെ കൊടുത്തു കഞ്ഞി? ഇപ്പോൾ വാർഡിലോട്ട് മാറ്റി 4 ദിവസം, അതിന് മുമ്പ് വെന്റിലേറ്ററിലായിരുന്നു. വാർഡിലോട്ട് മാറ്റി 4 ദിവസം കഴിഞ്ഞ് ഇന്നലെ അവർക്ക് സുഖമില്ലാതെ മെനങ്ങാന്ന് വെന്റിലേറ്റർ മാറ്റിയത്. എന്നിട്ട് ഇന്നലെ രാത്രി ഇവർ കഞ്ഞി മേടിച്ച് കൊടുത്തു. എന്തിനു കൊടുത്തു? ഈ വെന്റിലേറ്റർ കിടക്കുക കഞ്ഞി മേടിച്ച് എന്തിനു കൊടുത്തത്? പിഴവാണ്, ഉറപ്പായിട്ടും പിഴവാണ്. കാര്യം ഇൻഫെക്ഷൻ ആയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടിക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ പ്രസവത്തിന് വരുന്നവർക്ക് മരുന്ന് വയ്ക്കുന്നത് അവരെ തോന്നിവാസത്തിനാണ്. ഒരു ഗ്ലൗസ് ഇട്ട് തന്നെയാണ് മറ്റുള്ളവർക്കും വയ്ക്കുന്നതാണ് ഇവിടെ കേൾക്കുന്നത്. ഒരു ഗ്ലൗസ് കൊണ്ട് തന്നെ 2 പേർക്കും 3 പേർക്കും വയ്ക്കുന്നത് ഒരേ സിസ്റ്റർമാർ ഗ്ലൗസ് മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വേദനയ്ക്ക് ഗുളി വയ്ക്കുന്നത് ഒരേ ഗ്ലൗസ് ഇട്ട് തന്നെയാണ്. അത് ഇവിടെ ഉള്ള സിസ്റ്റർമാർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നും ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞു. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്നത്? അവരത് കൃത്യമായ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്? ഇതിന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ്? അനൂജ, കുടുംബം നിലവിൽ ആരോപിക്കുന്നതായി കൃത്യമായ ചികിത്സാ പിഴവ് സംഭവിച്ചതുകൊണ്ടാണ് ഈ സ്ത്രീയോ മരിക്കാനുള്ള കാരണമെന്നാണ്. വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടിയില്ല. അണുബാധ ഉണ്ടായ ഘട്ടത്തിൽ ഉൾപ്പെടെ കാര്യമായ പരിഗണന ഉണ്ടായില്ല. മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയില്ല. ഉപയോഗിച്ച ഗ്ലൗസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജ് അധികൃതർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മോട് തന്നെ വ്യക്തമാക്കിയൊരു കാര്യം, വലിയ തോതിൽ അണുബാധ ഈ സ്ത്രീ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടിരുന്നു. പ്രസവത്തിന് ശേഷം ഈ അണുബാധ അവയവങ്ങളെ ബാധിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഹൃദയാഘാതമുണ്ടായി. ഏറ്റവും ഒടുവിലുണ്ടായ ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. ആ ഘട്ടത്തിൽ രക്ഷിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. മെഡിക്കൽ കോളേജ് ഈ വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തും, ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും കുറച്ചു മുൻപാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ, ഈ പരാതിയിൽ, കുടുംബത്തിൻ്റെ പരാതിയിൽ നടത്താനാണ് നിർദ്ദേശം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണത്തിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇനി നടക്കാനുണ്ട്. അതിൽ മരണകാരണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരും. അനൂജ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചത്. ഇതിൽ ആശുപത്രി അധികൃതരുടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ചികിത്സാ പിഴവ് എന്നത് ബന്ധുക്കൾ ആരോപിക്കുമ്പോൾ അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൂടി നൽകുന്നു. ആരോഗ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണത്തിലൂടെ വിവരങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ഇത് ഹൃദയാഘാതത്തെ തുടർന്നാണ് സംഭവിച്ചത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്.